മലയാള സാഹിത്യത്തിലെ ഏറ്റവും ജനപ്രിയനും വ്യത്യസ്ത ശൈലിയിലൂടെ വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ എഴുത്തുകാരനുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ കൂടുതൽ അറിയപ്പെടുന്നത്. ജീവിതത്തെ അതിൻ്റെ എല്ലാ സങ്കീർണതകളോടും ലാളിത്യത്തോടും കൂടി സാഹിത്യത്തിലേക്ക് പകർത്തിയ അപൂർവ പ്രതിഭയായിരുന്നു ബഷീർ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ഒരു മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് കായി അബ്ദുറഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ്. ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹം ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. തലയോലപ്പറമ്പിലെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് വൈക്കം ഇംഗ്ലീഷ് സ്കൂളിൽ പഠനം തുടർന്നു. ഈ കാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചത്. 1925 വൈക്കത്ത് മഹാത്മാഗാന്ധി എത്തിയപ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞത് ബഷീറിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശത്തിൽ അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി. ഉപ്പു സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ജയിലിലെ ജീവിതം അദ്ദേഹത്തിന് പുതിയ അനുഭവങ്ങളും ചിന്തകളും സമ്മാനിച്ചു. പിന്നീട് ഈ അനുഭവങ്ങൾ മതിലുകൾ പോലുള്ള കൃതികൾക്ക് പ്രചോദനമായി. ജയിൽ മോചിതനായ ശേഷം ബഷീർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൂടെ വർഷങ്ങളോളം സഞ്ചരിച്ചു. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അദ്ദേഹം പലതരം ജോലികൾ ചെയ്തു. ഹോട്ടൽ ജോലിക്കാരനായും പാചകക്കാരനായും പത്രവിൽപ്പനക്കാരനായും കച്ചവടക്കാരനായും ജ്യോതിഷിയായും മറ്റും അദ്ദേഹം ജീവിതം നയിച്ചു. ഇന്ത്യക്ക് പുറത്തായി അറേബ്യയിലും ആഫ്രിക്കയിലുമടക്കം ചില രാജ്യങ്ങളിലും അദ്ദേഹം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു. ഈ വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിന് അപൂർവമായ യാഥാർത്ഥ്യവും ആഴവും നൽകിയത്. ബഷീറിൻ്റെ സാഹിത്യം മറ്റെഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സാഹിത്യ ഭാഷയ്ക്ക് പകരം സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പ്രണയം, കുടുംബ ബന്ധങ്ങൾ, ദാരിദ്ര്യം, വിശപ്പ്, മതസൗഹാർദ്ദം, മനുഷ്യസ്നേഹം, നർമ്മം, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ പ്രധാന വിഷയങ്ങൾ. സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങളെ തന്നെ സാഹിത്യമായി മാറ്റിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ഭാർഗവി നിലയം, ജന്മദിനം, മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്നിവ ശ്രദ്ധേയമാണ്. ഈ കൃതികളിലെ കഥാപാത്രങ്ങൾ ഇന്നും വായനക്കാരുടെ മനസ്സിൽ ജീവിക്കുന്നവരാണ്. 1958 ഫാബി ബഷീറിനെ വിവാഹം ചെയ്തു. ഷാഹിനയും അനീസും മക്കളാണ്. പിന്നീട് അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ സ്ഥിരതാമസമാക്കി. അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വീട് മലയാള സാഹിത്യ പ്രേമികൾക്ക് ഇന്നും ഒരു സ്മാരക സദൃശ്യമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണം ലഭിച്ചത്. മലയാള സാഹിത്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ഇന്ത്യയുടെ പത്മശ്രീ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. മലയാള സാഹിത്യത്തെ ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അതുല്യമാണ്.